ഇത് അവിടെ നിന്നാണ് ഇവരുടെ ഈ സിഇഒസിന്റെ ഒരു വിഷനാണിത്. അപ്പൊ ഞാനും അദ്ദേഹത്തോടൊന്ന് ചോദിക്കുകയുണ്ടായി എന്താണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയും ഇത് തന്നെയായിരുന്നു. ഇതൊരു നമ്മൾ ഈ കലാരൂപത്തിനും നമ്മുടെ സംസ്കാരത്തിനും നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അത് നമ്മുടെ സംസ്കാരം, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വാല്യൂസ് എല്ലാം പകർന്നു നൽകുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ പ്രസൻസും എല്ലാം വഴി നമ്മുടെ യുവതലമുറയ്ക്ക് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാല്യൂസ് വിളിച്ചു കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ബ്ലെൻഡായിട്ട് നല്ലൊരു ട്രിബ്യൂട്ട് ഭരതനാട്യം എന്നുള്ള കലാരൂപത്തിനും ഭാരതീയ സംസ്കാരത്തിനുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ദിവസം വരെ നമ്മൾ അതിനെ അറ്റംപ്റ്റ് എന്ന് തന്നെ വിളിക്കുന്നുള്ളൂ. അന്നേ ദിവസമാണ് നമുക്ക് അതിന്റെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അതുവരെ ഇത് ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ്. സോ അതാണ് ഒരു ട്രിബ്യൂട്ട് നൽകുക. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു ഗ്രോത്ത് കാണുകയാണല്ലോ. എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഇത് വളരെ വ്യത്യാസമാണല്ലോ, നമുക്കിത് ഭരതനാട്യം, നമ്മളൊരു ഭരതനാട്യം പ്രാക്ടീഷണർ അല്ലെങ്കിൽ നമുക്കിതിന് ഒരിക്കലും പങ്കെടുക്കാൻ സാധിക്കില്ല. 7 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിയും, പക്ഷെ ആ ഒരു ബേസ് ഇല്ലെങ്കിൽ കഴിയില്ല. അപ്പോഴും അങ്ങനെ ഒരു കലാരൂപം അഭ്യസിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു തലമുറയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് ആസ് എ ഡാൻസ് പ്രാക്ടീഷണർ ഞാൻ കാണുന്നത്. സക്സസ്ഫുൾ ആവട്ടെ, അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദിവ്യ എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് എന്നും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ് തന്നെയാണ്. ചെയ്യുന്ന സിനിമകൾ കുറച്ച് കഴിഞ്ഞുള്ളൂ, പക്ഷെ അത് എന്തെങ്കിലും എന്നും ഇപ്പൊ ടി വി കാണുമ്പോഴും ഓർക്കുന്ന കഥാപാത്രങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാനുള്ള ശ്രമം പിന്നീട് ഒരു ബ്രേക്ക് എടുത്ത് പോയാലും തിരിച്ചു വരാനുള്ള ശ്രമം പിന്നീട് നടത്തിയിരുന്നോ? ശ്രമം എന്ന് പറയുന്നത് കുറച്ച് ഇൻവിറ്റേഷൻസ് പോലെ, അതായത് സ്ക്രിപ്റ്റ്സ് വന്നിരുന്നു, പക്ഷെ ആക്റ്റീവായിട്ട് അത് പെർസ്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ്, പ്രയോറിറ്റീസ്, ഡ്യൂട്ടീസ്, അങ്ങനെ ഡേറ്റ്സ് മാച്ച് ആവാണ്ട് വരിക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല. ആഗ്രഹത്തിന്റെ അല്ല, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് അന്നേ ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയണമല്ലോ. അപ്പൊ അതിനുള്ള നേരത്തെ അതിന് സാധിച്ചില്ല, അതുകൊണ്ട് അത്രയേ ഉള്ളൂ.